കേരളത്തിൽ എല്ലായിടത്തും ഇടിയും മഴയൊക്കെ ഇല്ലേ? അപ്പോൾ എൻ്റെ ഒരു ലൈറ്റ് അതിലടിച്ച് പോയിട്ടുണ്ട്. ഇപ്പം പെയ്യുന്ന ഇടിയും മഴയല്ല, കുറച്ച് ദിവസം മുമ്പത്തെ ഇടിയും മഴയിലും ഒരു ലൈറ്റ് പോയിട്ടുണ്ട്. അപ്പം ചെറിയ ഫ്ലിക്കർ ബാക്കിലടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല മഴ പരുവായതുകൊണ്ട് നല്ല ലൈറ്റ് കുറവാണ്, ഒരു ലൈറ്റേ ഉള്ളൂ. ആ ഒരു ലൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ ഒരു റോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് റോക്കേഴ്സ് 430 എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ അൺബോക്സിംഗ് ആണ്. ഒരു 1200 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു മറ്റേ ഓവർ ദ ഹെഡ് സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ കൊള്ളാം എന്നുള്ളതൊക്കെ പറ്റി പറയുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ MRP പറഞ്ഞത് 2500 രൂപയാണ്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ വാട്സപ്പ് ചാനൽ എന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, അതിനകത്ത് നമ്മൾ റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ എല്ലാ ലിങ്കുകളും ഇട്ടിട്ടുണ്ട്. അപ്പം കുറേയധികം പേര് ഫോണിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ കേസ് എവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കേസിൻ്റെ ലിങ്ക് എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല. പേജിൽ കയറിയിട്ട് അതിനകത്ത് ലിങ്കിനകത്ത് കയറി വാട്സപ്പ് ചാനലിനകത്ത് കയറി നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും വിത്ത് ഫോട്ടോ ആൻഡ് തൊട്ട് താഴെ ലിങ്ക് കാണും. കയറിയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമ്മൾ ചുമ്മാ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക, നമുക്കിത് അൺബോക്സ് ചെയ്യാം. കത്തി ഒന്നും കാണാനില്ലടാ, കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഒരു മാസത്തോളം ആവണം നേരെ നമ്മൾ വീഡിയോ ചെയ്തിട്ട്. എന്തായാലും അടുത്ത മാസത്തിൽ കുറച്ച് ഡിവൈസസ് വരുന്നുണ്ട്. ആ ഒരു ഡിവൈസസിൻ്റെയൊക്കെ നമുക്ക് വീഡിയോ ഉടനെ ഇടാം. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് പൊട്ടിക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു സാധനം വലിച്ച് ഊരിയതിനു ശേഷം ഇവിടെ സീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീലൊക്കെ കാണിച്ച് തന്നെ നമുക്ക് പൊട്ടിക്കാം. കാരണം ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. പക്ഷേ അവർ ഓപ്പൺ ബോക്സ് ഒന്നും കാണിക്കാതെ കൊണ്ട് തന്നിട്ടാണ് പോയത്. എന്താണെന്ന് അറിഞ്ഞൂടാ, വെയിറ്റ് ഒന്നുമില്ല. ചെവിയിൽ വെക്കുമ്പം വെയിറ്റ് ഉണ്ടാകുന്ന അറിഞ്ഞൂടാ. ബോട്ട് പണ്ട് മുതലേ ബഡ്ജറ്റ് കിങ് എന്നൊക്കെ പറയുന്ന ബോട്ടിനില്ലേ, പെട്ടി ഇതെങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഒരു സോൺ ആപ്ലിക്കേഷൻ ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഓവർ ദ ഹെഡ്. വെയിറ്റ് ഇല്ലടാ ഈ സാധനത്തിന്, നോക്ക്, വെയിറ്റ് ഇല്ല കേട്ടാ. അത് കൊള്ളാടാ. വെയിറ്റിൻ്റെ കേസൊന്നും എഴുതിയിട്ടുള്ളത് എന്താ പറയുക, ബീസ്റ്റ് മോഡ് 40 ms എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം 40 മണിക്കൂറാണെന്ന് എഴുതിയിട്ടുണ്ട്. വോയിസ് അസിസ്റ്റൻറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വോയിസ് അസിസ്റ്റൻ്റൊക്കെ നോക്കാം. മാറിയിരിക്കാനേ പറയുള്ളൂ. ബാക്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.4 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഫിറ്റാണ് എഴുതിയിട്ടുണ്ട്. ചെവിക്കകത്ത് ഇരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ചെവിയിൽ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ, മുടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി ആക്സസ് ഉണ്ട്. കൺട്രോൾസൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാമെന്നൊക്കെയാണ് പറയണത്. എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നിടത്താണ് അതിൻ്റെ ആ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ടൈപ്പ് സി, നല്ല കാര്യം ടൈപ്പ് സി ഉള്ളത്. ചിലപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വരുമ്പോൾ ടൈപ്പ് സി അവന്മാർ തരൂല. അതിനുശേഷം ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം, വേറെ ഒന്നും അതിനകത്തില്ല. ഇതിനകത്ത് വരുന്നത് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. യൂഷ്വൽ ബോട്ടിൻ്റെ സ്റ്റിക്കർ കാണാൻ ചാൻസ് ഉണ്ട്. ടൈപ്പ് A to ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട്. കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു 3.5 mm ജാക്ക് പറഞ്ഞുണ്ട്. ഈ ഒരു സാധനം അത്ര സുഖകരമായിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ല കാണിക്കുന്നത്. അത് മുമ്പ് ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളിൽ വെച്ച് യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണതാണ്. നമുക്ക് ഇത് അത്യാവശ്യം നീളമുണ്ട്. പക്ഷേ നിങ്ങളൊരു 300 രൂപയോളം മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3.5 mm ജാക്ക് ഉണ്ടല്ലോ, അത് പ്രൊട്ടോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബോട്ടിൻ്റെ തന്നെ വേറെ ഉണ്ട്. നമുക്ക് ബ്രൈഡഡ് കേബിൾ കിട്ടും. വയേർഡാണ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു സൊന നമുക്കിപ്പം ഒരു ഫോണുകളിലും ഇല്ല. അതുകൊണ്ട് 3.5 mm ടു USB-C പറഞ്ഞതൊക്കെ നിങ്ങൾ വാങ്ങിക്കുക, C ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ അഡാപ്റ്റർ വാങ്ങിച്ചത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം USB-C ടു 3.5 mm വാങ്ങിച്ചാൽ നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ നമുക്കത് കൊടുക്കുകയും ചെയ്യാം. നമ്മുടെ ഫോണിലും നമുക്കത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ ഉണ്ടല്ലേ. നമുക്ക് ഇത് രണ്ടും അങ്ങ് മാറ്റി വയ്ക്കാം. അതിനുശേഷം വരുന്നത് ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. ബോട്ടിൻ്റെ സ്റ്റിക്കർ ഇത് ഇവിടെ പറഞ്ഞുണ്ട്. നമ്മുടെ സൂട്ട് കേസിൽ, അതുപോലെ തന്നെ ലാപ്പിൻ്റെ പുറകിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയ സാധനമാണ്. എനിക്ക് ഇന്ന് ഒട്ടിക്കണമെന്ന് ഇഷ്ടമല്ലടേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഒട്ടിച്ചാൽ മതി. ഇതുണ്ട ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കർ. പെട്ടിയിലൊക്കെ ഒട്ടിക്കാൻ കേട്ടോ. 1 2 3 4 അങ്ങനത്തെ കുറേ സാധനം 5 ഉണ്ട്. അത് അവിടെ വെച്ച് കുറേ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. അത് കൊള്ളാം. സ്റ്റിക്കർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ല ഉപയോഗമായിരിക്കും ഗൈസ്. പിന്നെ നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ റോക്കേഴ്സ് 430 എന്ന് പറഞ്ഞ സാധനം. ആസ് യൂഷ്വൽ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതെന്തായാലും ഇതിങ്ങനെ പൊടിയായി ഇളകിപ്പോവും. 30,000 രൂപയോളം വില പറഞ്ഞ സാധനം വാങ്ങിച്ചതിൻ്റെ അന്ന് തന്നെ ഇളകിപ്പോയത് കണ്ട. വാങ്ങിച്ചതിൻ്റെ അന്ന് തൊട്ട്
വാങ്ങിച്ചതിൻ്റെ അന്നോട്ട് ഇളവിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസം വയ്ക്കുമ്പോഴും ഈ സാധനം ഇങ്ങനെ ഇളവിപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ട ഒരുമാതിരിയാവും ഈ സാധനം കേട്ടോ. അത് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാധനമാണ്. നിങ്ങൾക്ക് പിന്നെ 10,000-12,000 രൂപയ്ക്ക് മുകളിൽ ഉള്ള സാധനം മേടിച്ചാലേ അത് നല്ലത് കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതാ എൻ്റെ കയ്യിൽ കണ്ട ഇളവി വന്നത് മറ്റേതിൽ നിന്ന് ഇളവിയാണ്, ഇതിൽ നിന്നല്ല. ഇതങ്ങനെ ഇളവുന്നുണ്ടാന്ന് നോക്കാം. ഇളവെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇളവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോറി ആയിട്ട് ഇടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം കേട്ടോ എപ്പോഴെങ്കിലും. ഇത്രയാണ് സാധനം. സ്ലിമ്മാണ് കേട്ടോ സാധനം. ഇങ്ങനെ ചെവിയിൽ വയ്ക്കാനാണ് ഇത്ര വൈഡൊക്കെ ഇങ്ങനെയാണ് ആവണത്. ചെവിയിൽ വയ്ക്കാനാണെങ്കിൽ ഇതാ ഇത്രയും വെളി കിടക്കും. പക്ഷെ നമുക്കത് വലുതാക്കാൻ പറ്റും കണ്ട. 2 സൈഡും വലുതാക്കിയാൽ അവിടെ ചെവി അതിനകത്തിരിക്കണം കേട്ടോ. എനിക്ക് മറ്റേ ഈ ബഡ്സ് ഉണ്ടല്ലോ ഇതിനകത്ത് പറഞ്ഞ ബഡ്സ് എന്നല്ല, അതിന് എന്തിനാണോ നിങ്ങൾ പറ, ആ സാധനം റൗണ്ട് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. കാരണം ചെവി ഇത്തിരി വലുതാണ്. അപ്പം ഈ ചെവി ഇതിനകത്തിരുന്നാലേ ഒരു സുഖമുള്ളൂ. വെയിറ്റ് ഇല്ല. ഓക്കേടാ, ഇതൊക്കെ വെച്ചോണ്ടിട്ട് വാരണമായിരുന്നു ബസ്സല്ല ട്രെയിന്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ പോവാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ വെച്ചോണ്ട് പോവാം, കുഴപ്പമില്ല കേട്ടോ. വെയിറ്റ് ഇല്ലടാ, അതാണ് ഇഷ്ടപ്പെട്ട കേട്ടോ. ഓണാക്കാനായിട്ട് ഇവിടെ പവർ ഓൺ സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, പോസ് ആൻഡ് പ്ലേ ഉണ്ട്, താഴെ USB ഒരു C കൊടുക്കാനുള്ളതുണ്ട്, അതുപോലെ തന്നെ 3.5mm ഒരു ജാക്ക് കൊടുക്കാനുള്ളതുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ യാതൊന്നും തന്നെ ഇല്ല. ഇതാണ് അതിൻ്റെ ആ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു 360 സൗണ്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരില്ല. റൈറ്റ് സൈഡ് വയ്ക്കുക, ഇവിടെ വയ്ക്കാം, ലെഫ്റ്റ് സൈഡ് ഇവിടെ വയ്ക്കാം. ലോങ് പ്രസ് ആണ് കേട്ടോ ഓണാക്കുക. ഒരു പ്രസ് ചെയ്താൽ ഓൺ ആവില്ല. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതവിടെ ബ്ലൂ കളർ കത്തുന്നുണ്ട്. ബ്ലൂ കളർ കത്തിയിട്ട് റെഡും ബ്ലൂ ആണ് ഇതെന്താ പെയർ ചെയ്യുന്നതിന് മുമ്പുള്ളത്. നമുക്ക് നമ്മുടെ ഐഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം. ഐഫോണുമായിട്ട് കണക്റ്റ് ആവുമെന്ന് നോക്കാം. ബ്ലൂടൂത്ത് ഓണാക്കുക. ബ്ലൂടൂത്ത് ഓണാക്കിയതിന് ശേഷം റോക്കേഴ്സ് ഓണാക്കിയപ്പോൾ തന്നെ ഇതാ വന്നിട്ടുണ്ട് ഗൈസ്. റോക്കേഴ്സ് 430 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് റോക്കേഴ്സ് 430 കണക്ട് ചെയ്യാം. 1-2 സെക്കൻഡിനകത്ത് തന്നെ ഇതാ അവിടെ കണക്റ്റഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് റോക്കേഴ്സ് 430. നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്പോട്ടിഫൈയിലോട്ട് പോകാം. സ്പോട്ടിഫൈയിലാണ് പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കണത് ഗൈസ്. 99 രൂപയ്ക്കൊക്കെ 3 മാസമൊക്കെ സ്പോട്ടിഫൈ 39 രൂപ 99 രൂപയ്ക്കൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 39 രൂപയ്ക്ക് 3 മാസമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്പോട്ടിഫൈയുടെ പേജിലോട്ട് പോവുക. അതിനകത്തൊരു ലിങ്ക് കൊടുത്തേക്കവർ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഡയറക്റ്റ് അവരുടെ ഒരു പേജിൽ പോവും, സൈറ്റിൽ പോവും. അതിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് 3 മാസത്തേക്ക് 39 രൂപയ്ക്കൊക്കെ സ്പോട്ടിഫൈ വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ച് കഴിഞ്ഞ് നമ്മൾ മറ്റേ ഓട്ടോ പേ ഉണ്ടല്ലോ, ഓട്ടോ പേ നമ്മൾ അപ്പോൾ വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഓട്ടോ പേ ഓഫ് ചെയ്തിട്ടാൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ പേയിൽ നിന്ന് നിങ്ങളെ പൈസയൊന്നും എടുക്കില്ല. അതിനുശേഷം 100 സംതിങ് രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഒന്നും കൂടെ അടുത്ത പുതിയ മെയിൽ ID ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ വീണ്ടും 3 മാസം 39 രൂപ കിട്ടും. സോ നിങ്ങളെ പ്ലേലിസ്റ്റൊക്കെ മാറും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ സ്പോട്ടിഫൈ നല്ല ക്വാളിറ്റി പാട്ട് കേൾക്കാം. പിന്നെ ക്വാളിറ്റി പാട്ട് കേട്ടിട്ട് സ്പോട്ടിഫൈ പ്രീമിയം മാറുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ട്. വെറുത്തു. നമുക്കപ്പം സിംഗോ ഇറങ്ങുന്ന കാർഡ്ക്ക് വിറുന്നിടാം ലിയോയിൽ. വോളിയം ഫുള്ള് വെച്ചൊക്കെയാണ്. നിങ്ങൾക്ക് കേൾക്കാമോ നോക്കിക്കോ. ഓടാ മോനെ, സാധനം ക്വാളിറ്റി ഉണ്ട് കേട്ടാ. എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ എരച്ച സാധനമല്ല, ആ ഒരു ബേസ് ഒരു സ്വീറ്റ് ബേസ് ആണ് കേട്ടാ. ഇത് കുറച്ചുകൂടെ നമ്മൾ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ എനിക്കിഷ്ടമാകുന്ന ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ബേസിൻ്റെ ഇടി ഇങ്ങനെ വയ്ക്കുമ്പം ഒരു നോർമലായിട്ടുള്ള സാധനം. പുറത്തെ സംഭവം ഒന്നും കേട്ടുകൂടാ. നിങ്ങൾക്ക് കേൾക്കാക്കി കോപ്പിറൈറ്റ് വരും കേട്ടാ. ഫുൾ വോളിയം കേട്ടാ. പക്ഷെ ഒരു 1100 രൂപയ്ക്കുള്ള ആ സാധനം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓവറായിട്ടുള്ള ലൗഡ് സൗണ്ട് അല്ല, എന്നാലും നോർമലായിട്ടൊരു സൗണ്ട് ഉണ്ട്. നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല കേട്ടാ. പിന്നെ ഇത് ചൂടടിക്കുമോ എന്ന് നോക്കാം. ഈ സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടടിച്ച് ഉരുവും ചെവിയൊക്കെ. ചൂടടിക്കുമോ എന്ന് നോക്കാം. പക്ഷെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടാ. ഇങ്ങനെ കാക്കിയാലും ഊരിയൊന്നും പോകൂല കേട്ടാ. കൊള്ളാം കേട്ടാ. വലിയ തലയുള്ളവർക്കും വാങ്ങിക്കാം കേട്ടാ. എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കണോണ്ട് ഞാൻ ഏറ്റവും താത്താണ് ഇട്ടേക്കണ. കൊള്ളാം. ഫുൾ വോളിയം വെച്ചാൽ ഒരു മറ്റേ നമ്മളെ ചെവിയെ പിന്നെ കുത്തണ സാധനമൊന്നുമില്ല. നോർമലായിട്ടുള്ള ആ ഒരു സ്വീറ്റ് ബേസ്, ആ ഒരു സ്വീറ്റ് സൗണ്ട് കൊള്ളാം. നോർമലി ഉള്ള സാധനം.
സിനിമയിലെ ഡയലോഗ് ഇനി എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കാം. പാട്ട് കേൾക്കാൻ ഒരു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സിനിമയിലെ ഡയലോഗ് നമുക്ക് കേട്ടോ നോക്കാം. ഏത് സിനിമയിലെ ഡയലോഗ് കേൾക്കണം? കോള് വരുന്നുണ്ട്. കോള് വരുമ്പോൾ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ വേറൊരു ടൂൺ കേൾക്കുന്നു. കേൾക്കാമോ നോക്കണേ? കേട്ടാ? സംസാരിക്കുമ്പോൾ എങ്ങനെ നോക്കാം. ഹലോ. കേൾക്കാം. അക്കയ്ക്ക് കേൾക്കാമോ? അക്കയ്ക്ക് കേൾക്കാമോ? ഇല്ല, പറഞ്ഞോ. S21 FE ഒന്നും എടുക്കണ്ട. അപ്പോൾ കോള് വരുമ്പോഴും നമുക്കിതിൽ ഇങ്ങനെ ബീപ്പ് സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ, അത് കേൾക്കും. കോള് കട്ടാകുമ്പോഴും ടിക് ടിങ് എന്ന് കേൾക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്, മൈക്ക് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ ആൾക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റി, നോ പ്രോബ്ലം. കുറച്ച് നാൾ, ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന് മുമ്പൊക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ച് ആയിട്ടുള്ള ഹെഡ്ഫോൺ ആണെങ്കിലും ഓവർ ദ ഹെഡ് ആണെങ്കിലും ഇയർഫോൺസ് ആണെങ്കിലും യൂസ് ചെയ്യുമ്പം ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത്, കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പം അത് ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പോഴല്ലേ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും 1000 രൂപ നിങ്ങളുടെ കയ്യിൽ എന്തായാലും വരും. പുതിയ സാധനം വാങ്ങിക്കാനുള്ള പൈസ എന്തായാലും നിങ്ങൾക്ക് വരും. അപ്പോൾ അത് ഓക്കെയാണ്. അടുത്ത് നമുക്ക് മൂവി ഏത് നോക്കാം? പഴയ ഒരു പടം ഇട്ടിട്ടുണ്ട്, പളുങ്ക്. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കാം. പഴയ ഒരു സൗണ്ട് ക്വാളിറ്റി കൊള്ളാം, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സൗണ്ട് കേട്ടോ കേട്ടാ, നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. പഴയ ഇതിട്ടെന്ന് പറഞ്ഞാൽ പഴയ വോയിസിനൊക്കെ ഒരു ബേസ് ഉണ്ടല്ലോ. പഴയ വോയിസിന് ഒരു ക്രിസ്റ്റൽ അല്ല, ഒരു ബേസ് ആയിട്ടൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അത് നമ്മൾ വെച്ച് നോക്കി നമുക്കത് കിട്ടുമെങ്കിൽ പുതിയ ഏത് പടവും നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് ഓഫ് അസിൻ്റെ ആ ഒരു ചെറിയ ഒരു ഇൻട്രോ വീഡിയോ ആണേ. ആ ഒരു ഡയലോഗൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ല. ഇനി ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. അപ്പോൾ ഗെയിമേഴ്സിന് ഇത് പ്രശ്നം ഉണ്ടാകുന്ന നോക്കാം. അയ്യോ, ഇതിനകത്ത് അത് ഗെയിം ഉണ്ട് ഇപ്പം. പബ്ജി കളിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇത് വെച്ചിട്ട് നമ്മൾ വയർലെസ് ആയിട്ട് വെച്ചിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു മൈന്യൂട്ട് ഒരു ചെറിയൊരു, അതായത് ടാപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടാപ്പ് ചെയ്യണതിൻ്റെ കൂടെ ആ ഒരു സാധനം വരണില്ല. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് വെച്ചിട്ട് ഗെയിം കളിക്കാനാണെങ്കിൽ നിങ്ങൾ വയേർഡായിട്ട് തന്നെ ഗെയിം കളിക്കാൻ, വയറ് കുത്തി തന്നെ ഗെയിം കളിക്കാൻ ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ആപ്പിളിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്സിലോട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 5000 രൂപയ്ക്ക് മേലുള്ള സാധനം എടുക്കേണ്ടി വരും. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഒരു മൈന്യൂട്ട് രീതിക്ക്, അത് പ്രോ ലെവൽ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഐ ഡോണ്ട് സജസ്റ്റ് ദിസ്. അല്ലാത്ത പക്ഷം പാട്ട് കേൾക്കാം, സിനിമ കാണാം, വീഡിയോസ് കാണാം, റീൽസ് തോണ്ടാം, യൂട്യൂബ്, എന്ത് പരിപാടിക്കും നിങ്ങൾക്ക് ഈ സാധനം പൊളിയാണ്. പിന്നെ ഇതിൻ്റെ ചാർജ് ബാക്കി ഉണ്ടോയെന്ന് അറിയാനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആപ്പ് വല്ലതൊക്കെ ഉണ്ടാകുന്ന നോക്കണം ഗൈസ്. അതൊന്നും ഞാൻ നോക്കിയില്ല. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. ഇതിന് ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാർജൊക്കെ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അതിനെപ്പറ്റിയൊരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം 1000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ അതൊക്കെ തപ്പണോടെ. അപ്പം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സാധനം 1000 രൂപയ്ക്ക് 1200 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പരിപാടി ലോക്ക് ചെയ്യുമ്പോൾ വരെ സൗണ്ട് ഇതിനകത്ത് കേട്ടോ. അതൊക്കെ കൊള്ളാം കേട്ടോ പരിപാടി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കയറി നോക്കിയാൽ അതിനകത്ത് എല്ലാ സാധനങ്ങളും കാണും. വെയ്റ്റ്ലെസ് സാധനം, കഴുത്തി ഇട്ടയ്ക്കാൻ പറ്റുമോ? കഴുത്തി ഇട്ടിരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ചാരിയൊക്കെ ഇരുന്ന് ഉറങ്ങാം, എന്ത് വേണോ ചെയ്യാനോ സീനൊക്കെ മറ്റേ ഇങ്ങനെ തിരിഞ്ഞൊന്നും വരില്ല ഷോണി പോലെ. അപ്പം ഇത് വാങ്ങിക്കണമെന്നുള്ളവർ വാങ്ങിച്ചോളൂ, കൊള്ളാം കേട്ടോ, കൊള്ളാം. സെറ്റ് എനിക്കാണെങ്കിൽ ഇതിനടുത്ത് ഇങ്ങനെ ബാക്കിലൊക്കെ ഇട്ടാൽ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മതി.